ഫാമിൽ നിന്ന് പറിച്ചെടുത്ത ഇത്രയും ഇരുമ്പുമുളികൾ അച്ചാറിടാനായിട്ട് ഉണക്കിയെടുക്കണം. ആദ്യം തന്നെ ഇതുപോലെ ചെത്തിയെടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെത്തിയിടണം. ഇതുപോലെ നമ്മൾ അരിഞ്ഞിട്ടിട്ടാണ് ഉണക്കിയെടുക്കേണ്ടത്. അപ്പം എല്ലാം ഇതുപോലെ തന്നെ പെട്ടെന്ന് അരിഞ്ഞിടുകയാണ്. ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഉണക്കിയെടുത്താലാണ് നമുക്ക് അച്ചാറിടാൻ ഏറ്റവും നല്ലത്. ഇതുപോലെ ഡയറക്റ്റും നമുക്ക് ഇതുപോലെ അരിഞ്ഞിട്ടിട്ടും അച്ചാറിടാം. അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഉണക്കി അച്ചാറിടുന്നതിന് ടേസ്റ്റ് കൂടുതൽ കാര്യമൊക്കെ നമുക്ക് എടുത്തു വെക്കാനൊക്കെ സാധിക്കുന്നത് ഉണക്കിയിട്ട് അച്ചാറിടുമ്പോഴാണ്. ഇത് ഉണക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് അച്ചാറിടാനും സാധിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് മുഴുവനായിട്ടും അച്ചാറിടാം. നല്ല പച്ചയിൽ തന്നെ ആയതുകൊണ്ട് ഇത്ര പച്ചായതുകൊണ്ടും ചെത്തിയിടാനൊക്കെ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. വാടിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെത്താൻ കഴിയില്ല. അപ്പം പറിച്ച ഉടനെ തന്നെ ഉണക്കാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെത്തിയിടണം. ഇതുപോലെ മുറിച്ചിട്ടത് പച്ചയ്ക്ക് അച്ചാറിടുമ്പോൾ ഇതിൻ്റെ ആ പുളി രുചി, ഒരു പുളിപ്പും അതുപോലെ തന്നെ ഒരു ആസിഡ് പോലെയുള്ളൊരു ചവർപ്പ് ഉണ്ടാവും. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അച്ചാർ അത്ര രുചിയുണ്ടാവില്ല. ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം പോയി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഉണക്കിയിട്ടൊക്കെ അച്ചാറിടുന്നത്. ഉപ്പിലിടാൻ ഏറ്റവും നല്ലത് ഇതുപോലെ തന്നെയാണ്. ഉപ്പൊക്കെ നല്ല പിടിച്ചാൽ മാത്രമേ ഇതിൻ്റെ ആ പുളിയുടെ ആ ഒരു കുത്തുന്ന ഇത് ഒഴിവാക്കി കിട്ടുള്ളൂ. ഉപ്പിലിടാനും പറ്റും, പക്ഷെ ഞങ്ങളിന്ന് ഇത്ര എടുത്തിട്ടുള്ള അച്ചാറിടാനാണ്. ഉപ്പിൽ നമ്മൾ വേറെ ഇടുന്നുണ്ട്. അച്ചാറിടാനായിട്ടുള്ളത് മാത്രമാണ് ഇന്ന് ചെത്തിയിട്ട് ഇതുപോലെ ഉണക്കിയെടുക്കുന്നത്. നമ്മൾ ഏകദേശം എല്ലാം ചെത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പിടണം. 4-5 സ്പൂൺ ഉപ്പിട്ടിട്ട് ഉപ്പ് നല്ല ഇതിൽ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഉപ്പ് തന്നെ തേച്ച് പിടിപ്പിക്കണം. ഉണക്കുന്നതിന് മുന്നേ ഇതുപോലെ നല്ല രീതിയിൽ ഉപ്പ് ഇതിൽ പിടിച്ച് വെക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ഉപ്പിട്ടിട്ട് ഇതുപോലെ ചെയ്ത് വെക്കുന്നത്. ഈ മുറിച്ചിട്ടയിലൊക്കെ നമ്മൾ ഉപ്പ് നല്ല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അച്ചാറിടുന്ന സമയത്ത് ഇനി ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. ഇതിൽ തന്നെ നല്ല ഉപ്പ് പിടിച്ച് കിട്ടും. ഉണങ്ങുന്ന സമയത്തൊക്കെ ഈ ഉപ്പൊക്കെ ഇതിലെല്ലാം പിടിച്ച് കിട്ടിയിട്ട് കൂടുതൽ ഉപ്പ് ഇതിലായിട്ട് ആയി കിട്ടും. അതുകൊണ്ട് അച്ചാറിടുന്ന സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. ഇനി നേരെ വെയിലത്ത് കൊണ്ടു വെക്കണം. നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. കുറച്ച് കനത്തിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതൊന്ന് താഴെയുള്ളത് മോൾ ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് ചുരുങ്ങി കിട്ടും. ഇങ്ങനെ നല്ല വെയിലത്ത് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ അച്ചാറിടാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്.